കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഒപ്പം രാഷ്ട്രീയ നേതാക്കളോട്. ഈ ചോദ്യത്തിൻ്റെ കാരണക്കാർ ഒരിക്കലും മതങ്ങളല്ല ഇതിന് പിന്നിൽ ഉള്ളത്, മറിച്ച് മത നേതാക്കളാണ്. ആരാണ് ഈ നേതാക്കളെ ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. വകുപ്പ് വിഭജന ചർച്ച തകൃതിയായി കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ വകുപ്പ് വിഭജന തർക്കം നീണ്ടുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം മുസ്ലിം പേരുള്ള മന്ത്രിക്ക് നൽകരുത് എന്ന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും. ഫിഷറീസ് വകുപ്പ് മുസ്ലിം പേരുള്ളവർക്ക് നൽകരുത് എന്ന് കത്തോലിക്ക വിഭാഗം. മുസ്ലിം പേരുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് രാഷ്ട്രീയമായി ഇവിടെ സന്തുലിതാവസ്ഥ പാലിക്കുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗിനെ മാത്രം, അതിൽ വരുന്ന മന്ത്രിമാരെ മാത്രം മുസ്ലിം പക്ഷത്തിരുത്തി സാമുദായിക സന്തുലിതാവസ്ഥ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നതുകൊണ്ട് പേരെടുത്ത് പറയുകയാണ്, ഉദ്ദേശം മുസ്ലിം ലീഗാണ്. അതിരിക്കട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. അതിനെ പ്രതിരോധിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നമുക്ക് ഒരു റൂളില്ല. ഈ പേരും മതവും നോക്കി വകുപ്പ് തീരുമാനിക്കുന്ന സമ്പ്രദായം കോൺഗ്രസിൽ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ആഭ്യന്തരവും മുഖ്യമന്ത്രി സ്ഥാനവും മറ്റു ഉയർന്ന സ്ഥാനങ്ങളും ഹിന്ദു പേരുള്ളവർ കൊണ്ടുപോയപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾ അത് അവർക്ക് നൽകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകളുടെ നേതാവ് അതങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴുമില്ല, മുമ്പും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ കാതലായ പ്രശ്നം? മുസ്ലിം പക്ഷത്തുള്ളവരുടെ അടുക്കലാണോ, അതല്ല മുസ്ലിം ഇതര പക്ഷത്തുള്ള നേതാക്കളുടെ അടുക്കലാണോ? കോൺഗ്രസോ അല്ലെങ്കിൽ മലയാളിയോ അതേപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മാധ്യമങ്ങളോ ഇത് ചർച്ചയാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല? സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല? ശത്രുക്കളെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഫലവത്തായി കാണാത്തത് എന്തുകൊണ്ട്? ഇത്തരം പ്രസ്താവനകൾ നടത്താൻ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും കത്തോലിക്ക സഭയുടെയും പിന്നിൽ ആരാണ്? എന്താണ് ഇവർക്ക് മതം കൊണ്ട് ഇത്ര കളിക്കാനുള്ള താല്പര്യം? എന്താണ് ഇതിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യം? ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് മന്ത്രിസഭയിൽ മാത്രം ഇത്തരം തർക്കങ്ങൾ വരുന്നു? ആരാണ് കോൺഗ്രസ്സിനെ ഭിന്നിപ്പിക്കുന്നത്? മുസ്ലിം ലീഗ് ആരെ പേടിച്ചാണ് ഇത്തരം കാര്യങ്ങളിൽ ജനാധിപത്യ മതേതരത്വ സ്വാതന്ത്ര്യാവകാശ മറുപടിയും പ്രസ്താവനയും ഇറക്കാത്തത്? അവർക്കെന്താ ഈ മതത്തിൻ്റെ പേര് പറയുമ്പോൾ ഒന്ന് പ്രതികരിച്ചൂടെ? മതം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കാനുള്ളതല്ലല്ലോ, അത് പ്രവർത്തിക്കാനുള്ളതല്ലേ. ഭരണത്തിൽ ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. ജനാധിപത്യ മര്യാദയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം പേരുള്ള നാമധാരികൾക്ക് ഇത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ ഭരണഘടനയിലെ ജനാധിപത്യ മതേതരത്വ സംഹിത അനുസരിച്ച് അവർക്ക് നൽകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ ചോദിക്കുന്നില്ല? ഇവർ ആരെയാണ് പേടിക്കുന്നത്? കേരള ജനത തിരിച്ചറിഞ്ഞിട്ടും രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മടിയിൽ നിന്ന് വാലെടുക്കാത്തത് എന്തുകൊണ്ട്? കേരള ജനത ഉണരുക, മനസ്സിലാക്കുക. രാഷ്ട്രീയക്കാർ അവരുടെ പ്രവർത്തനങ്ങളിൽ പക്വതയും ജാഗ്രതയും പുലർത്തുക. ആരാണ് നമ്മുടെ കേരളത്തിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്ന്.